നമസ്കാരം. പ്രധാന വാർത്തകൾ. മഞ്ഞിൽ തെന്നിമാറി സൈനിക ട്രക്ക്. ദോഡയിൽ കൊക്കയിലേക്ക് പതിച്ചത് നാടിന്റെ കാവൽക്കാർ. കണ്ണീർ ചിത്രമായി അപകടം. ദോഡ, ജമ്മു കശ്മീർ. മഞ്ഞ് വീണുകിടന്ന കൊടുംവളവിൽ നിയന്ത്രണം നഷ്ടമായ സൈനിക ട്രക്ക് അഗാധമായ കൊക്കയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ രാജ്യത്തിന് നഷ്ടമായത് 4 ധീരസൈനികരെ. ജമ്മു കശ്മീരിലെ ദോഡ ജില്ലയിൽ അസർ മേഖലയ്ക്ക് സമീപം ഇന്നലെ വൈകുന്നേരമായിരുന്നു നാടിനെ നടുക്കിയ അപകടം. മരിച്ചവരിൽ ഒരു മലയാളി സൈനികൻ ഉൾപ്പെട്ടതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. അപകടം സംഭവിച്ചത് ഇങ്ങനെ: കടുത്ത മഞ്ഞുവീഴ്ചയെ തുടർന്ന് റോഡിലുണ്ടായ വഴുക്കലാണ് വില്ലനായത്. മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഞ്ഞിൽ റോഡുകൾ അതീവ അപകടാവസ്ഥയിലായിരുന്നു. നിയന്ത്രണം നഷ്ടമായി. വളവ് തിരിയുന്നതിനിടെ ടയറുകൾ മഞ്ഞിൽ തെന്നി. സ്കിഡിംഗ്. ട്രക്ക് പാതയിൽ നിന്ന് തെന്നിമാറി. അഗാധമായ താഴ്ച. റോഡിന്റെ പാർശ്വഭിത്തി തകർത്ത് ഏകദേശം 300 അടി താഴെയുള്ള കൊക്കയിലേക്കാണ് വാഹനം പതിച്ചത്. തകർന്നടിഞ്ഞ വാഹനം. വീഴ്ചയുടെ ആഘാതത്തിൽ ട്രക്ക് പൂർണ്ണമായും തകർന്നു. രാത്രി വൈകിയും തുടർന്ന മഞ്ഞുവീഴ്ച രക്ഷാപ്രവർത്തനത്തിന് വലിയ തടസ്സമായി. ഭൂമിശാസ്ത്രപരമായ വെല്ലുവിളികൾ. അപകടസ്ഥലം. ദോഡയിലെ ബട്ടോഡ്, കിഷ്ത്വാർ, NH 244 ദേശീയപാതയിലാണ് അപകടം നടന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ആയിരക്കണക്കിന് അടി ഉയരത്തിലുള്ള ഈ പാത മരണക്കെണി എന്ന് പ്രാദേശികമായി അറിയപ്പെടുന്ന ഒന്നാണ്. ബ്ലാക്ക് ഐസ്. കടുത്ത തണുപ്പിൽ റോഡിലെ മഞ്ഞ് ഉരുകി വീണ്ടും ഉറക്കുമ്പോൾ രൂപപ്പെടുന്ന ബ്ലാക്ക് ഐസ് റോഡിനെ ഒരു ചില്ലുപാളി പോലെ വഴുക്കലുള്ളതാക്കുന്നു. ഡ്രൈവർ എത്ര ബ്രേക്ക് ചെയ്താലും വാഹനം നിൽക്കില്ല എന്നതാണ് ഇവിടുത്തെ പ്രധാന വില്ലൻ. കൊടുംവളവുകൾ. ഹിമാലയൻ മലനിരകളുടെ ഭാഗമായ ഇവിടെ റോഡിന് വീതി കുറവും സംരക്ഷണ ഭിത്തികൾ ദുർബലവുമാണ്. നേരിയ ഒരു പിഴവ് പോലും വലിയ ദുരന്തത്തിന് കാരണമാകും. വീരമൃത്യു വരിച്ചവർ. അപകടത്തിൽ ജീവൻ നഷ്ടമായ സൈനികരെ കരസേന തിരിച്ചറിഞ്ഞു. നായക് സുരേന്ദർ സിംഗ്, ഹരിയാന. ഹവിൽദാർ രമേഷ് കുമാർ, ഹിമാചൽ പ്രദേശ്. ലാൻസ് നായക് അമിത് കുമാർ, ഉത്തർപ്രദേശ്. സിപ്പോയ് വിക്രം സന്ധു, പഞ്ചാബ്. പരിക്കേറ്റ മറ്റ് 3 സൈനികരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. ഇവരെ ഉധംപൂരിലെ സൈനിക ആശുപത്രിയിലേക്ക് എയർലിഫ്റ്റ് ചെയ്തു. പ്രധാനമന്ത്രിയുടെ ഇടപെടലും അനുശോചനവും. അപകടം നടന്ന ഉടൻ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി നേരിട്ട് സൈനിക ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു. മഞ്ഞുവീഴ്ചയുള്ള മേഖലകളിൽ സൈനിക വാഹനങ്ങളുടെ സഞ്ചാരത്തിന് കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പാക്കും എന്ന് അദ്ദേഹം അറിയിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപയും അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ചു. മരിച്ച സൈനികരുടെ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കാൻ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും അയച്ച സന്ദേശം. ഭാവാതാംബയുടെ കാവൽക്കാരായി ഹിമപാതങ്ങളെ പോലും തോൽപ്പിച്ച് അതിർത്തി കാത്ത ധീരപുത്രന്മാരുടെ വേർപാടിൽ രാജ്യം വിങ്ങുകയാണ്. രാജ്യത്തിനു വേണ്ടി അവർ നൽകിയ പരമമായ ത്യാഗം ഓരോ ഭാരതീയന്റെയും ഹൃദയത്തിൽ ജ്വലിച്ചു നിൽക്കും. പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ഉരുകുന്ന കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ 140 കോടി ജനങ്ങളും പങ്കുചേരുന്നു. വീരസൈനികർക്ക് പ്രണാമം. രക്ഷാപ്രവർത്തനവും സംസ്കാര ചടങ്ങുകളും. മഞ്ഞിൽ തളരാതെ രക്ഷാപ്രവർത്തനം. അപകടം നടന്ന ഉടനെയുള്ള ദൃശ്യങ്ങൾ കരളലിയിക്കുന്നതായിരുന്നു. 0 ഡിഗ്രിയിൽ താഴെയുള്ള കൊടും തണുപ്പിനെ അവഗണിച്ചാണ് നാട്ടുകാർ ആദ്യം രക്ഷാപ്രവർത്തനത്തിന് ഓടിയെത്തിയത്. പാറക്കെട്ടുകൾക്കിടയിൽ കുടുങ്ങിയ സൈനികരെ പുറത്തെടുക്കാൻ ഗ്രാമവാസികൾ കൈകോർത്തു. തകർന്ന ട്രക്കിന്റെ ഭാഗങ്ങൾ വെട്ടിപ്പൊളിച്ചാണ് ചിലരെ പുറത്തെടുത്തത്. സങ്കടക്കാഴ്ചയായി ദോഡ. വാഹനം തകർന്നു കിടക്കുന്ന കൊക്കയിലേക്ക് നാട്ടുകാരും സൈന്യവും വടം കെട്ടിയിറങ്ങിയാണ് പരിക്കേറ്റവരെ പുറത്തെടുത്തത്. വീരമൃത്യു വരിച്ച സൈനികരുടെ ഭൗതിക ശരീരം ഇന്ന് ജന്മനാടുകളിലേക്ക് എത്തിക്കും. സൈനിക വിമാനത്തിൽ അതത് സംസ്ഥാനങ്ങളിലെ വിമാനത്താവളങ്ങളിൽ എത്തിക്കുന്ന ഭൗതിക ശരീരങ്ങൾ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിക്കും. സൈനികരുടെ വീരമൃത്യുവിൽ നാട് കണ്ണീരോടെ വിടചൊല്ലുകയാണ്.